ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹല. ഇന്നൊരു ഫാബ്രിക് പൗച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊരു ഗിഫ്റ്റ് പൗച്ചാണ്. ചെറിയ ഗിഫ്റ്റൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൗച്ചാണ്. ഇപ്പോൾ ഇനി ക്രിസ്മസ് ഒക്കെ വരികയാണല്ലോ, അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ പൗച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റൊക്കെ ഇതിലിട്ടിട്ട് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാം. ഇത് ബേസിക്കായിട്ട് സ്റ്റിച്ചിങ് അറിയുന്നവർക്കൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്, ഈസിയാണ്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് 2 പീസ് ഫാബ്രിക്കാണ്. ഒന്ന് മെയിൻ ഫാബ്രിക്കും വേണം, പിന്നെ ഒരു ലൈനിങ്ങും വേണം. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മുകളിലൂടെ കാണും, അതുകൊണ്ട് നല്ല ലൈനിങ് തുണി വേണം എടുക്കാൻ. പിന്നെ മെയിൻ ഫാബ്രിക്കിന് മാച്ചായിട്ടുള്ള ലൈനിങ്ങും വേണം എടുക്കാൻ. കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ലൈനിങ് ക്ലോത്ത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ പറയാം. ഇതാ ഇവിടെ, അതായത് നീളം 20 സെൻറ്റിമീറ്ററും ഇതിൻ്റെ താഴേക്കുള്ള വീതി 40 സെൻറ്റിമീറ്ററുമാണ്. ഇതിന് കുറച്ച് മാർക്കിംഗ് ഒക്കെ വേണം, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഇവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഒരു 8.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ സൈഡിലും മാർക്ക് ചെയ്യണം, മുകളിൽ നിന്ന് താഴേക്ക് ഒരു 8.5 സെൻറ്റിമീറ്റർ. ഇനി ഈ 2 പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈന് വരക്കാം. ഇനി ഈ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കറിയാലോ ഈ ലൈന് 20 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. ഇനി ഇവിടെ മുകളിൽ 2 സൈഡിലും ഒരു 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. ഇനി ഈ പോയിന്റുകളെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ 2 സൈഡിലും ഇതുപോലത്തെ കട്ടിങ് വരണം. അതുകൊണ്ട് നമുക്കിതിങ്ങനെ നടുമടക്കി കൊടുക്കാം, ഇതുപോലെ. ഇനി മാർക്ക് ചെയ്തതിൽ കൂടെ നമുക്ക് കട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള പീസ് തന്നെയാണ് നമുക്ക് മെയിൻ ഫാബ്രിക്കും വേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം. മെയിൻ ഫാബ്രിക്കും ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടിൻ്റെയും ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗം ഒരേ സൈഡിലാണ്. ഇനി ഇതൊന്ന് പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ മെയിൻ ഫാബ്രിക് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ഫാബ്രിക് വേണം എടുക്കാൻ. ഇനി കട്ടിയില്ലാത്തതൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പിറകിൽ കനം കുറഞ്ഞ ക്യാൻവാസ് ഷീറ്റ് ഉണ്ടല്ലോ, അത് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്റ്റിഫായിട്ട് നിൽക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള ഒരു ക്ലോത്താണ്, അതുകൊണ്ട് പിന്നെ വേറെ ക്യാൻവാസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇനി ലൈനിങ്ങിൽ നമുക്ക് സ്റ്റാപ്പ് ഫിറ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒരു 6 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. 2 സൈഡിലും ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി മാർക്ക് ചെയ്ത സ്ഥലത്താണ് നമുക്ക് സ്ട്രാപ്പ് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം സ്ട്രാപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു 30 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ വീതം ഉള്ളിലേക്ക് മടക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായി കിട്ടും. ഇനി ഇതിൻ്റെ ഈ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി സ്റ്റാപ്പിൽ നിന്ന് ഒരു 6 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ 2 പീസാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് 2 സൈഡിലും ഒന്ന് പിൻ ചെയ്ത് വെക്കാം. സ്റ്റാപ്പിൻ്റെ അറ്റം ഇങ്ങനെ ഈ സൈഡിലേക്ക് വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കണം, അതായത് മടക്കുള്ള ഭാഗം ഉള്ളിലേക്ക് വരണം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ സ്റ്റാപ്പ് ഇവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് പിൻ ചെയ്യുന്നു എന്ന് മാത്രം. ഇനി ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിങ്ങനെ നടുമടക്കണം. ഇതുപോലെ ഇങ്ങനെ നടുമടക്കി ഒരുപോലെ ആക്കി വെക്കണം. എന്നിട്ട് ഇവിടെ ഒരു 5-6 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഞാനിപ്പോൾ വരക്കുന്നുണ്ടല്ലോ, ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ സൈഡിലും സ്റ്റിച്ച് ചെയ്യണം. ഈ സൈഡിൽ ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഇടൊന്നും വേണ്ട, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഒരു സൈഡിൽ നമ്മൾ ഇങ്ങനെ ഗ്യാപ്പ് ഇടാൻ കാരണം ഇത് നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മറിച്ചെടുക്കാനുള്ള ഒരു സ്ഥലമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിലും ചെയ്തെടുക്കണം. നല്ല ഭാഗം ഉള്ളിലേക്കാക്കി മടക്കിയിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡിലും 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ഈ 2ഉം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ്ങിന് നമുക്കൊന്ന് അകംപുറം മറിച്ചെടുക്കണം. ഇതിൻ്റെ നല്ല ഭാഗം ഒന്ന് പുറത്തേക്ക് ആക്കിയെടുക്കാം.
എന്നിട്ട് ഇതിൻ്റെ കോർണറുകളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. നല്ല നീറ്റാക്കി വെക്കണം. ഇനി ചെയ്യേണ്ടത് ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ ഉള്ളിലേക്ക് ഈ ലൈനിങ്ങിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മെയിൻ ഫാബ്രിക്കിന് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതുപോലെ തന്നെയാണ്. അകമ്പുറം തിരിച്ചിട്ടൊന്നുമില്ല. ലൈനിങ് ക്ലോത്ത് മാത്രമേ നമ്മൾ നല്ല വശം പുറത്തേക്ക് ആക്കിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കോർണറുകളൊക്കെ ഒന്ന് ഒരുപോലെ ആക്കി വെക്കുന്നുണ്ട്. ഇനി ഇവിടെ ഈ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ഒപ്പം പിടിച്ചിട്ട് ഒരു 4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ടും ഒരുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഈ 4 ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. 4 അരികിലും ഒരു 4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനിങ്ങനെ ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അകമ്പുറം മറിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ലൈനിങ്ങിനെ പുറത്തേക്ക് തന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഗ്യാപ്പിലൂടെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല ഭാഗം പുറത്തേക്കാക്കി എടുക്കണം. ഇങ്ങനെ ഒന്ന് അകമ്പുറം തിരിച്ചെടുക്കണം. ഈസിയാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. കാണുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ തോന്നുന്നുണ്ടാവും. ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി എല്ലാ കോർണറുകളും ഒക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലൈനിങ്ങിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്യണം. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിനെ ഒന്നുകൂടി ഒന്ന് ആക്കി കൊടുക്കണം. കറക്റ്റായിട്ട് ഒന്ന് ആക്കി വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാനുണ്ട്. ഒരു 3 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലുണ്ട്. ഇനി ഇവിടെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. 2 എഡ്ജിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ 2 സ്റ്റിച്ചും ചെയ്തതോടുകൂടി ഇപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നല്ല ഭാഗം പുറത്തേക്കാക്കി എടുത്താൽ മതി. നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ഭാഗം പുറത്തേക്കാക്കി എടുക്കണം. എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നിൽക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള സീക്വൻസോ ബട്ടൺസോ അല്ലെങ്കിൽ ചെറിയ ബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഈ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി ഈ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കണം. അങ്ങനെ വെക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ലൈനിങ് പാർട്ട് ഒന്നിങ്ങനെ പുറത്തേക്ക് കാണുക. എന്നിട്ട് ഈ സ്ട്രാപ്പ് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ വലുത് ഈ ചെറുതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ ലോക്ക്. കണ്ടല്ലോ, നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം. ചോക്ലേറ്റൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്മസിനോ അല്ലെങ്കിൽ ന്യൂ ഇയറിനോ ഒക്കെ ഒന്ന് ഇതുണ്ടാക്കി നോക്കണേ. ഈ പൗച്ചോ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.